കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ. ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ. അമ്മ അമ്മോ അമ്മ അമ്മ അമ്മോ അമ്മച്ചിയേ, ഒരു കുട്ടകം ചോറെടുത്തോ. ചോദിക്കേണ്ട താമസം. ദേ അമ്മ ചോറും കൊണ്ട് വന്നു. ഇതൊക്കെ കണ്ടറിഞ്ഞ് തരണ്ടേ അമ്മേ. വെറുതെ ആമ്പൽക്കുളം പറ്റിച്ചു. ഇതിൽ ചിക്കന്റെയും മീന്റെയും ഒന്നും മണമില്ലല്ലോ. ആഹാ, ഇന്നമ്മ സിംബയെ നൈസായിട്ട് അങ്ങ് പറ്റിച്ചല്ലോ. ഇതൊന്നും മാത്രം നല്ലതിനല്ല. ഞാനും ഇവിടുത്തെ ചെക്കനുമൊക്കെ മൈനറാണെന്ന് കരുതി ഞങ്ങളെ പറ്റിക്കുന്നതിന് അമ്മയോട് ദൈവം ചോദിക്കും. അല്ലേ വേണ്ട, ദൈവത്തിന് വേറെ എന്തെല്ലാം പണി കിടക്കുന്നത്. നമുക്ക് ധാരയെ കൊണ്ട് ചോദിപ്പിക്കാം. ചോറ് കഴിയാറായിട്ടുണ്ട്. ഇപ്പോഴമ്മ ഒരു ചോറുമായി വരും. കണ്ടാൽ തോന്നും സ്നേഹമാണ് പൊട്ടി ഒഴുകുകയാണെന്ന്. ഒന്നുമല്ല, സ്നേഹത്തിന്റെ മുഖപട പണിഞ്ഞ് അമ്മ ഉരുട്ടിയ ആ ഉരുളെ ക്രിമികടിക്കുള്ള മരുന്നാണ് കൂട്ടുകാരെ. നിങ്ങൾ വിശ്വസിച്ചോ? പറ്റിച്ചേ. അത് കാൽസ്യം മരുന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞ അമ്മ സൈക്കോയാണ്. ആദ്യം നിന്ന ചോറ് വേസ്റ്റ് ആക്കിയാലും ഈ ഉരുളയിലെ അവസാനം പറ്റും അമ്മ ഇവിടെ കുത്തിയിരുന്ന് എന്നെ കൊണ്ട് തീറ്റിക്കും. ഈ പോരാളിയോട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലേ? ഞാൻ മുഴുവൻ കഴിച്ചു. വയറ് നന്നായി നിറഞ്ഞ സ്ഥിതിക്ക് സിംബ പോയി കിടന്ന് ഒന്ന് ഉറങ്ങട്ടെ. ആ അമ്മേ, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പാലും 4 മുട്ടയും മതി കേട്ടോ. സിംബ പോവാണേ. ബൈ.